തുടങ്ങുന്നു. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി വാങ്ങിയ ബഹുഭൂരിപക്ഷം പരാതികളിലും പരിഹാരമായിട്ടില്ല. ഭൂരിപക്ഷം പരാതികളും തീർപ്പാക്കി എന്നാണ് സർക്കാർ കണക്കെങ്കിലും 90% പരാതികളും പരിഹരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഓഫീസുകളിൽ കൊടുത്തിരുന്ന പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിന്റെ കൗണ്ടറുകളിലും നൽകി എന്നല്ലാതെ പരാതിയായി തന്നെ കിടക്കുകയാണ് മിക്ക പരാതികളും. പരാതികളിൽ ഭൂരിപക്ഷവും നേരത്തെ പരാതി കൊടുത്ത അതേ ഓഫീസുകളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുന്നു. നവകേരള സദസ്സിലെത്തിയ പരാതികൾ തന്നെയാണ് ഇപ്പോൾ താലൂക്ക് തലത്തിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിലും എത്തുന്നത്. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, ഈ കരുതലും കൈത്താങ്ങും പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ ദിവസം പറഞ്ഞ പ്രസംഗം അത് ആവർത്തിക്കുന്നുണ്ട്. ഓരോ ജീവിതവും ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നുള്ള കാര്യം. ആ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നവകേരള സദസ്സിൽ വന്നിരിക്കുന്ന പരാതികൾ അത് വേഗത്തിൽ ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മുഖതാവിലെടുക്കുന്നു മന്ത്രിമാർ എന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത് സർക്കാർ. പക്ഷേ അത് കഴിഞ്ഞു, അതിനുമേലുള്ള പരാതികളിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ നമ്മുടെ മനസ്സിലാക്കൽ? എന്താണ് ഇതിൽ സർക്കാർ പറയുന്ന കണക്ക്? നവകേരള സദസ്സിൽ എത്ര കാര്യങ്ങളിൽ തീർപ്പാക്കിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്? ഗുഡ് മോർണിംഗ് സ്മൃതി. ഇതിൽ സർക്കാർ പറയുന്നത് തീർപ്പാക്കിയ കാര്യമാണ്. തീർപ്പാക്കിയ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വ്യാപകമായി അന്വേഷിച്ചത്. പക്ഷേ അത് തീർപ്പാക്കി എന്നുള്ളത് സർക്കാർ കണക്കാണ് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അതല്ലാതെ ഒരു പരാതി പരിഹരിക്കുകയായിരുന്നില്ല, മറിച്ച് അത് ഉദ്യോഗസ്ഥ തലത്തിൽ അതാത് ഓഫീസ് തലത്തിൽ തീർപ്പാക്കുക മാത്രം ചെയ്തതാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരാളുടെ പ്രശ്നം, ആ പ്രശ്നം ഓഫീസുകളിൽ കൊടുക്കുന്ന അതേ പരാതിയാണ് നേരത്തെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റാത്ത നവകേരള സദസ്സിൻ്റെ കൗണ്ടറിൽ ഏൽപ്പിച്ചത്. അതേ രീതി തന്നെയാണ് താലൂക്ക് തലത്തിൽ ഇപ്പോൾ നടക്കുന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിലും നടക്കുന്നത്. അതായത് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന പരാതി ഇവിടെ മന്ത്രിക്ക് കൊടുക്കുന്നു, മന്ത്രിക്ക് കൊടുക്കാൻ പറ്റാത്തത് ഇവിടുത്തെ കൗണ്ടറുകളിൽ ഏൽപ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നവകേരള സദസ്സിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, അത് അവിടുത്തെ കൗണ്ടറിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ പറയുന്ന നവകേരള സദസ്സിൽ പരിഹാരമാകാത്ത ബഹുഭൂരിപക്ഷം പരാതികളും ഈ കരുതലും കൈത്താങ്ങും എന്ന പരിപാടിയിലേക്ക് വരികയാണ്. ഈ കരുതലും കൈത്താങ്ങും നിലവിൽ കഴിഞ്ഞ വിവിധ തഹസിൽദാർമാരോട് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരാതിയുമായി നടക്കുന്നവർ തന്നെയാണ് നവകേരള സദസ്സിലും എത്തിയിരിക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ താലൂക്ക് തല അദാലത്തിലും എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് നേരത്തെ ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് ജനസമ്പർക്കത്തിലും എത്തി, അതിനുശേഷം വിവിധ ഓഫീസുകളിലും എത്തി. പക്ഷേ അതിൽ പലതിനും എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും പരാതിക്ക് പരിഹാരമുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം. പ്രത്യേകിച്ച് റവന്യൂവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഭൂമി സംബന്ധമായി ബന്ധപ്പെട്ട കേസുകൾ പലതും കോടതികളിൽ നിൽക്കുന്നതുണ്ട്. അതുപോലെ തന്നെ വിവിധ റവന്യൂ ഓഫീസുകൾക്ക്, അത് വില്ലേജ് ഓഫീസുകൾക്കായാലും തഹസിൽദാർ ഓഫീസുകൾക്ക്, താലൂക്ക് ഓഫീസുകൾക്കായാലും അതുപോലെ കളക്ട്രേറ്റുകൾക്കായാലും RDO ഓഫീസിനായാലും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളായി കുടുങ്ങിക്കിടക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ പരിഹാരമുണ്ടാകും എന്ന് കരുതി പരാതിയുമായി ഇവരൊക്കെ നവകേരള സദസ്സിലെത്തിയത്, ഇപ്പോൾ താലൂക്ക് അദാലത്തിലെത്തുന്നത്. പക്ഷേ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്ന സ്മൃതി. സംസ്ഥാനത്താകെ 6,40,000 സംതിങ് പരാതികളാണ് ആകെ ഉള്ളത്. ശരാശരി ഒരു ജില്ലയിൽ നിന്ന് 40,000 തോതിൽ പരാതികൾ വന്നു എന്നാണ് കണക്ക് കൂട്ടുന്നുള്ളത്. അങ്ങനെയുള്ള കണക്കിൽ ബഹുഭൂരിപക്ഷം പരാതികളും തീർപ്പാക്കിയെന്ന് സർക്കാർ പറയുമ്പോഴും അതിൽ പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നേരിട്ടുള്ള പരിശോധനയിൽ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും പരാതിക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നിയമ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരിഹാരത്തിന് താമസമുണ്ടാകും. പക്ഷേ ഇങ്ങനെ താമസമുണ്ടാകുന്ന പരാതികളിൽ ഇന്ന കാരണം കൊണ്ട് അത് പരിഹരിക്കാൻ ചില തടസ്സങ്ങളുണ്ട് എന്ന് ഈ പരാതിക്കാരെ കൃത്യമായി അറിയിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇവർക്ക് നേരിട്ടൊരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ മന്ത്രിമാരടക്കമുള്ള ഈ നവകേരള സദസ്സിലേക്ക് ആളുകൾ ചെന്ന് എഴുതി പരാതി കൊടുത്തത്. സ്മൃതി, അതിൽ നേരിട്ട്
മറുപടി കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സംഭവത്തിൽ ആകെ ഉണ്ടായ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അതായത് അവർക്കൊരു ഡോക്കറ്റ് നമ്പർ കിട്ടുന്നു, ആ ഡോക്കറ്റ് നമ്പർ പ്രകാരം അത് വിവിധ ഓഫീസുകളിലേക്ക് പോകുന്നു, ഏറ്റവും അവസാനം അവരുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം ശ്രുതി, അങ്ങനെയെങ്കിൽ വളരെ എളുപ്പം പ്രേക്ഷകർക്കത് മനസ്സിലാകും. അതായത് കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ നിന്ന് അവിടുത്തെ വാർഡ് കൗൺസിലർ വഴി വീടിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, അവർ പലതവണ ഈ പരാതി കോർപ്പറേഷനിൽ കൊടുക്കുകയാണ്, ഇവരുടെ കൗൺസിലറെ കാണുകയാണ്, പരാതിയിൽ പരിഹാരമാകുന്നില്ല. ഇതേ ആൾ തന്നെയാണ് നവകേരള സദസ്സിലേക്ക് പോകുന്നത്. അത് ഈ കൗൺസിലർ ഉൾപ്പെടെ പ്രാദേശികമായ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നവകേരള സദസ്സിലേക്ക് പോകുന്നത്. നവകേരള സദസ്സിൽ പരാതി സ്വീകരിച്ച് അവർക്ക് ഡോക്കറ്റ് നമ്പർ കിട്ടി. ആ പരാതി നേരെ പോയത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്തത് ആ പരാതി നേരെ കൊടുത്തു വിട്ടത് ഇതേ കൗൺസിലറുടെ ഓഫീസിലേക്കാണ്. അതിനെയാണ് സർക്കാർ പറയുന്നത് ആ പരാതി തീർപ്പാക്കി എന്നുള്ളത്. അതായത് എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു. യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് വീട് കിട്ടിയോ? ഇല്ല. പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ അത് തീർപ്പാക്കി. പഴയതുപോലെ ഇപ്പോഴും തുടരുന്നു. ചുരുക്കത്തിൽ സ്മൃതി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് കൊടുത്തിരുന്ന പരാതി സംവിധാനം അത് മുഖ്യമന്ത്രിയും മന്ത്രിയും അതല്ലെങ്കിൽ അവിടെ ഒരുക്കിയ കൗണ്ടറുകളിൽ നിന്ന് നേരിട്ട് വാങ്ങി എന്നല്ലാതെ അതിലും വലിയ ഒരു ഗുണം മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചോ മന്ത്രിമാരെന്ന അധികാരം ഉപയോഗിച്ചോ ഇത്തരം സദസ്സുകളിൽ അല്ലെങ്കിൽ ഈ പരാതി വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായി കാണുന്നത്. നേരത്തെയാണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് നടത്തുമ്പോൾ ആ സമയത്ത് ഈ രോഗികൾക്കുൾപ്പെടെ പലതരത്തിലും പണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ധനസഹായം. അതെന്തായാലും ഇപ്രാവശ്യമില്ല. പക്ഷേ ആ സമയത്തും ആക്ഷേപമുണ്ടായിരുന്നു, അവരുടെ അതായത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ പണം കിട്ടുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപം ഇത്തവണ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ പരാതി കൊടുത്താൽ അത് കൃത്യമായ വഴികളിലൂടെ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ എന്ന ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ രണ്ടും തമ്മിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രി ഒരുപക്ഷെ നേരിട്ട് കുറേയും കൂടി ആളുകളോട് സംസാരിച്ച് ചില കാര്യങ്ങളിലെങ്കിലും ഉത്തരവുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ പൂർണ്ണമായും ഔദ്യോഗിക സംവിധാനങ്ങളിലേക്ക് തന്നെയാണ് പോയത്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ രീതികളിൽ ഒരു മാറ്റവും കാണാനില്ല എന്നുള്ളതാണ് ഈ പരാതികൾ പരിശോധിക്കുമ്പോൾ, ഈ ആളുകളെ കാണുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. സ്മൃതി, ശരി. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.